നാട്ടുകാരുടെ ഭാഗത്ത് പ്രശ്നമായി വന്നത് എന്താ? നമുക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ആരും ഒരു വഴി വിട്ടു തരാനോ അങ്ങനെയുള്ള സാധനം ഒന്ന് ഇറക്കി വെക്കാനോ ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വേണമെന്ന് വിചാരിച്ച് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതും അറിയില്ല, ഇനി വേണമെന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണ് വഴി, ഞങ്ങളുടെ വഴി. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്ന വഴി. ഒരുപാട് വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വീട് വെക്കാൻ നേരം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ തരണം ചെയ്തു. പിന്നെ നമ്മളുടെ ഒരു വാശിയും കൂടെ ആയിരുന്നു ശരിക്കും നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളത്. നമ്മളെ കളിയാക്കിയവരും നമ്മളെ കുറ്റപ്പെടുത്തിയവരും നമ്മളിങ്ങനെ മാറിയിൽ ഒരുപാട് ആക്ഷേപിച്ചവരും എല്ലാവരും മുമ്പിൽ ജീവിച്ച് കാണിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു വാശി തന്നെയായിരുന്നു. സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ ഫാമിലി നമുക്ക് സപ്പോർട്ടായിട്ട് ഉള്ളത്, നമ്മുടെ ഫാമിലി ആയിരുന്നു നമ്മുടെ ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ പറയാം. അവരായിരുന്നു നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങളും കട്ട സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിലും ഒരുപാട് സന്തോഷം. വീട് സത്യം പറഞ്ഞാല് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ ഭാഗത്തുനിന്നായാലും പിന്നെ നമുക്ക് ഇങ്ങോട്ട് വഴിയുടെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലാത്ത കുറെ ഇതൊക്കെ വന്നു. നമ്മൾ ഫുള്ള് ലേബർ വെച്ചിട്ടാ ചെയ്ത്, അല്ലാതെ നമുക്ക് JCB കയറത്തില്ല, വഴി ആരും ഇച്ചിരി തരാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് ഒരുപാട് ബുദ്ധിമുട്ട്. ഞങ്ങളവിടെ അത് വേണ്ടാന്ന് വെച്ചില്ല, ഞങ്ങളപ്പോൾ ലേബർ വെച്ചിട്ട്. അപ്പോഴും നമ്മുടെ കൂടെ നമ്മുടെ വീട് വെക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ കോൺട്രാക്ടറാട്ടോ. നമ്മുടെ കോൺട്രാക്ടർ അഷ്കർ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ആളാണ് നമ്മളോട് നിങ്ങൾ വീട് വെക്കണം, നിങ്ങൾ തളർന്ന് പോവരുത്, നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ആളോട് കൂടെ നിന്നത് നമ്മുടെ കോൺട്രാക്ടർ തന്നെ, ബിൽഡിംഗ് കോൺട്രാക്ടർ തന്നെയായിരുന്നു. ആളോട് ഈ സമയത്ത് ഒരുപാട് നന്ദി പറയാനുണ്ട്. ഒരു വീടൊക്കെ വെച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ചെലവും കാര്യങ്ങളൊക്കെ? ചെലവേ ഉള്ളൂ, ചെലവാണ് മൊത്തം. ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം ചെലവ് എന്താണെന്നും ഒരു വീട് വെക്കുമ്പോഴുള്ള ചെലവ് എന്താണെന്നും. ഇപ്പം നമ്മൾ ഒരു ചെറിയൊരു വീടാണ്, പക്ഷെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് തന്നെ നമ്മൾ അതിലേക്ക് ഇറക്കേണ്ടി വന്നു. നല്ല റിസൾട്ടാണ് തീർച്ചയായിട്ടും. നമ്മൾ ഹാപ്പിയാണ്, വീടിന്റെ എല്ലാ കാര്യങ്ങളിലും ഹാപ്പിയാണ്. 2 BHK ആണ്, 2 റൂമാണുള്ളത്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ആരുടെ ഐഡിയ? ഇന്റീരിയറൊക്കെ നമ്മള് കുറച്ച് നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നു, നമ്മുടെ സജഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കോൺട്രാക്ടർ ഉണ്ടായിരുന്നു. ആളും എല്ലാ കാര്യങ്ങൾക്കും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആളുടെ ഐഡിയ ഉണ്ട്, മെയിനായിട്ടും ആളുടെ ഐഡിയ ആണ്. പിന്നെ നമ്മുടെ കുറച്ച് പൊടിക്കൈകൾ അതൊക്കെ ഉള്ളൂ. നമ്മുടെ വീടെന്ന് വെച്ചാല് ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാത്തിലും കണിച്ചുകുളങ്ങര അമ്മയാണ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് നമ്മൾ കണിച്ചു എന്ന് പറഞ്ഞാൽ കണിച്ചുകുളങ്ങര അമ്മ എന്നാണ്. അപ്പോൾ നമ്മൾ ഷോർട്ടായിട്ട് കണിച്ചു എന്ന് വിളിക്കുന്നതാണ്. അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്. നമുക്ക് സ്വന്തം അമ്മ ആണ്. നമ്മളവിടെ പോയി പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും സ്വന്തം അമ്മ എന്നുള്ള രീതിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് വീട് വെക്കാൻ സാധിച്ചത്. വണ്ടിക്കാണെങ്കിലും ഞങ്ങൾ കണിച്ചു എന്നാണ് ഇട്ടേക്കുന്നത്, വീടിനും കണിച്ചു എന്നാണ്. പിന്നെ വീടിന് കണിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ താഴെ നമ്മൾ ലക്കി വില്ല എന്നാണ് ശരിക്കും നമ്മളെ ഒഫീഷ്യലി ഉള്ള നെയിം. ലക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോഗാണ്. ഞങ്ങൾക്ക് ഡോഗ് എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല, ഞങ്ങളുടെ മകനായിട്ട് കാണുന്ന ലക്കിയാണ്. ലക്കി വില്ല എന്നാണ് നമ്മുടെ വീടിന്റെ ശരിക്കുള്ള പേര്.
നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പ്രശ്നം ഉണ്ടായി വന്നത് എന്താ? പ്രശ്നങ്ങളല്ല, ഇല്ല, നമുക്ക് വഴിയുടെ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. നമുക്കൊരു ചെറിയ വഴി ഇങ്ങോട്ട് വണ്ടി കയറാത്ത വഴിയാണ്, ഒരു ബൈക്ക് മാത്രമേ കയറുള്ളൂ. അപ്പോൾ ആരും ഒരു വഴി വിട്ടു തരാനോ അങ്ങനെയുള്ള സാധനം ഒന്ന് ഇറക്കി വെക്കാനോ ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് വേണമെന്ന് വിചാരിച്ച് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതും അറിയില്ല, ഇനി വേണമെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങനെയും ചിന്തിക്കാം. പക്ഷെ അത് നമുക്ക് വാശിയായിട്ടാണ് മുന്നോട്ട്. അതാണ് നമ്മുടെ മെയിൻ വാശി. നമുക്ക് ഇവിടെ തന്നെ വീട് വെക്കണം, നമ്മൾ ജീവിച്ച് കാണിക്കണം എന്നൊക്കെ. സ്ഥലമാണോ അതോ മേടിച്ചതാണോ? നമ്മുടെ സ്ഥലം സ്വന്തം സ്ഥലം തന്നെയായിരുന്നു. ഇവിടെ തന്നെയാണ് ശിവ അമ്മയുടെ പേരിലുള്ള കളിച്ച് നടന്ന് വളർന്ന സ്ഥലമാണ്. വളർന്ന സ്ഥലമാണിത്. ഇനി ഇതൊക്കെ എൻ്റെ ഫാമിലിയാണ്. എല്ലാവരും എൻ്റെ ഫാമിലി ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരെ ഫാമിലി ഉണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ടാണ്. എല്ലാവരും സപ്പോർട്ട്. നമ്മുടെ ബാക്ക് ബോൺ എന്ന് വേണേൽ പറയാം ഫാമിലി. വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ആരുടെ മനസ്സിൽ ആദ്യം വന്നത്? അമ്മയുടെ മനസ്സിലാണ്. അമ്മയ്ക്കൊരു വീട് വേണം, ഒരു ചെറിയ വീടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കൊരു വീട് വേണം എന്നുള്ളത് അമ്മയുടെ ആഗ്രഹമായിരുന്നു. അപ്പം നമ്മളത് ആ ആഗ്രഹം വളർത്തി ഇവിടെ വരെ എത്തിച്ചു. നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ ലൈഫിൽ? ഞങ്ങളിപ്പോൾ ഹാപ്പിയാണ്. ഇപ്പോഴാണ് ഞങ്ങൾ ഹാപ്പി ആയി സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഹാപ്പിയാണ്. ഇപ്പം നമുക്ക് ഇത് പ്രോബ്ലംസ് ഒന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞങ്ങളുടെ ഉണ്ട്. അതെ, ഞങ്ങൾക്ക് അതാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി, നമ്മളെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അവരെല്ലാവരും നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇത്രയും നാളെ തന്ന സപ്പോർട്ടിനാണ് ഒരുപാട് നന്ദി പറയാനുള്ളത്. സ്നേഹവും സപ്പോർട്ടും എല്ലാവരും നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്, കമൻറ്റ്സ് ഇടാറുണ്ട്. ആ ഒരു സ്നേഹമാണ് നമുക്ക് വേണ്ടത്. അവരോടാണ് നന്ദി, ഒരുപാട് നന്ദി. വഴിയുടെ കാര്യം പറഞ്ഞല്ലോ, ഒരു കാറ് ഇപ്പോൾ വീടിന്റെ ഉള്ളിലേക്ക് കയറണം തോന്നി ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് വീടിനുള്ളിൽ ഇടാൻ പറ്റില്ല, നമ്മളെ വഴിയിലിടേണ്ടി വരും. കാരണം നമുക്ക് ശരിയായില്ല, തർക്കം ശരിയായില്ല, അത് വഴി ഇല്ല. ശരിയല്ല, ഇതിപ്പോ പഞ്ചായത്ത് റോഡ് കൊണ്ടുവരുന്നവരും ഇതിൽ സംസാരിച്ചായിരുന്നു. പക്ഷെ അപ്പുറം ഇപ്പുറം ഉള്ള ആൾക്കാർ സ്ഥലം കൊടുത്താൽ മാത്രമേ നമുക്കത്. പഞ്ചായത്തിൽ നിന്ന് സാങ്ഷനായി കിടക്കുവാണ്, പക്ഷെ അവര് സമ്മതിക്കില്ല. വഴി സ്ഥലം വിട്ടു തന്നാലേ നമുക്ക് വഴി വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ കാർ നമ്മള് സൈഡിലായിട്ടേക്കുന്നത്. പാല് കാച്ചില് പാല് കാച്ചില് 10-ാം തീയതി നമ്മൾ ചെയ്തിരുന്നു. അതായത് ചെറിയ ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഗണപതി ഹോമമൊക്കെ ചെയ്യുമ്പോൾ പുക കാര്യങ്ങളൊക്കെ പിടിക്കും. അപ്പോൾ നമുക്ക് പെയിന്റ് അടിയൊക്കെ കുറച്ച് പ്രശ്നമായതുകൊണ്ടാണ് നമ്മൾ അന്നത്തെ ദിവസം പാല് ചെറിയ രീതിയിൽ കാച്ചിട്ട് ഇന്നത്തെ ദിവസം ചടങ്ങായിട്ട് വെച്ചത്. ഇന്ന് വേറെ എന്തൊക്കെ ചടങ്ങുകളാണ്? ചടങ്ങിന് വിളിച്ച് ഒരുപാട് ആൾക്കാർ വരുന്നു, അവർക്ക് ഒരു സൽക്കാരം. പിന്നെ ഒരു കേക്ക് കട്ടിങ് വേണമെന്ന് പ്ലാൻ ഉണ്ട്. കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ സന്തോഷത്തിലും ഇപ്പോൾ കേക്ക് കട്ടിങ് ആണല്ലോ, കേക്ക് കട്ട് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഒരു സൽക്കാരം, അത്രേ ഉള്ളൂ.